കേരളത്തിലെ പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം. 2008 മണ്ഡല പുനഃക്രമീകരണത്തോടെയാണ് അതുവരെയുണ്ടായിരുന്ന മഞ്ചേരി ഇല്ലാതായി പുതിയ മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നത്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. 2004 തിരഞ്ഞെടുപ്പ് വരെ പെരിന്തൽമണ്ണ, മങ്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ പൊന്നാനിക്ക് കീഴിലായിരുന്നു. പിന്നീടാണ് പെരിന്തൽമണ്ണയും മങ്കടയും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. മഞ്ചേരി ആയിരുന്നപ്പോഴും പിന്നീട് മലപ്പുറം ആയപ്പോഴും മുസ്ലിം ലീഗിന്റെ കോട്ടയാണിത്. നിലവിൽ 7 മണ്ഡലങ്ങളിലും ലീഗിന്റെ MLA മാരാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ 3 തവണ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് മലപ്പുറം. ഇതിൽ 2 എണ്ണം ഉപതിരഞ്ഞെടുപ്പായിരുന്നു. 2017 സിറ്റിംഗ് MP ആയിരുന്ന അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും PK കുഞ്ഞാലിക്കുട്ടി തന്നെയായിരുന്നു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. PK കുഞ്ഞാലിക്കുട്ടി MP സ്ഥാനം രാജിവെച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാനിറങ്ങിയതോടെ 2021 വീണ്ടും മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ MP അബ്ദുസമദ് സമദാനിയായിരുന്നു ലീഗ് സ്ഥാനാർത്ഥി. ET മുഹമ്മദ് ബഷീറാണ് ഇത്തവണ ലീഗിന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. സ്വന്തം ജന്മദേശം ഉൾപ്പെടുന്ന മണ്ഡലത്തിലാണ് ET ഇക്കുറി മത്സരിക്കുന്നത്. പൊന്നാനിയിൽ തുടർച്ചയായി 3 തവണ വിജയം നേടിയ ശേഷമാണ് ET മുഹമ്മദ് ബഷീർ ഇത്തവണ മലപ്പുറത്തേക്ക് എത്തുന്നത്. ലീഗ് കോട്ടയുടെ അടിത്തറയിളക്കാൻ VA വസീഫിനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. 2021 SFI അഖിലേന്ത്യാ നേതാവായ VP സാനുവിനെ രംഗത്തിറക്കി ലീഗിന്റെ വോട്ട് ഭൂരിപക്ഷം കുറയ്ക്കാനായതാണ് LDFന്റെ ആത്മവിശ്വാസം. ഡോക്ടർ അബ്ദുൾ സലാമാണ് NDA സ്ഥാനാർത്ഥി. ലീഗ് കോട്ടയായ മലപ്പുറത്തും വോട്ട് വിഹിതം കൂട്ടുകയാണ് BJPയുടെ ലക്ഷ്യം. ഇത്തവണ ലീഗ് കോട്ട ഇളകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം.